ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠകരമായ പ്രവൃത്തികളെക്കുറിച്ച് നമ്മെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ ലഭിച്ചിട്ടില്ല എങ്കിലും നിശ്ചയമായി ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിരാശപ്പെടണ്ട. ദൈവം നിങ്ങളുടെ വിഷയത്തെ മാനിപ്പാൻ, നിങ്ങളുടെ തലയുയർത്തുവാൻ, നിങ്ങളുടെ കൊമ്പിനെ ഉയർത്തുവാൻ, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ അവൻ്റെ കരം ശക്തിയുള്ളതാണ്. അപ്പോസ്തലനായ പത്രോസിനെ വെടിവയ്ക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരമിറങ്ങിയത് അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നെങ്കിൽ, യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രീതികരമായി എന്ന് തോന്നിയ ഹേരോദാവ് അപ്പോസ്തലനായ പത്രോസിനെയും കൊല്ലുവാനായി പെസഹ കഴിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി വളരെ ബന്ധവസ്ഥയോടുകൂടെ കാരാഗ്രഹത്തിൽ ഒരുക്കി സൂക്ഷിച്ചിരിക്കുമ്പോൾ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമായെങ്കിൽ പത്രോസിനെ വെടിവയ്ക്കുവാൻ ഹേരോദാവിൻ്റെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, അത് ദൂതനെ അയച്ച് ഒരു ഏഞ്ചലിക് മാനിഫെസ്റ്റേഷൻ വെളിപ്പെടുത്തി പത്രോസിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കൈകളിലെയും കാലുകളിലെയും ചങ്ങലകളെ അഴിച്ച് 1-ാം വാതിലും 2-ാം വാതിലും ഇരുമ്പ് വാതിലും തുറന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ നിർത്തിയ ദൈവപ്രവൃത്തി പോലെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ, നിങ്ങളുടെ കണ്ണു നനയിക്കുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ നിരാശയിലേക്ക് തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവത്തിൻ്റെ കരമുണ്ട്. പത്രോസിന് വേണ്ടി മാത്രമല്ല, സെഖരിയാവിന് വേണ്ടി മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് തന്നെ ദൂതനെ അയക്കും. അതെ, പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. വിഷയങ്ങളുടെ കാഠിന്യതയോ അസാധ്യതയോ ഒന്നും നോക്കണ്ട. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ കരമുണ്ട്. പത്രോസിന് വേണ്ടി മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ദൈവഭക്തരെ നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മുടെ വിഷയങ്ങൾ നമുക്ക് വേണ്ടി സംസാരിപ്പാൻ, ഇടപെടുവാൻ അവൻ തൻ്റെ ദൂതന്മാരെ അയക്കുമെങ്കിൽ, സൈന്യാധിപനായിരിക്കുന്ന യോശുവയുടെ മുമ്പിൽ വാളുയർത്തി നിൽക്കുന്ന മനുഷ്യനെ കണ്ട് യോശുവ ചോദിക്കുക, നീ ആരുടെ പക്ഷക്കാരനാ? അവൻ പറഞ്ഞു, ഞാൻ യഹോവയുടെ പക്ഷക്കാരൻ. അതെ, നിങ്ങളെ സഹായിപ്പാൻ അവൻ ചിലരോട് കൽപ്പിക്കും. അവൻ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാലിൽ തട്ടിപ്പോകാതിരിപ്പാൻ. അവൻ മനുഷ്യനോട് കൽപ്പിക്കും നിന്റെ വിഷയത്തിന് വേണ്ടി ഇടപെടുവാൻ. നിന്നെ സഹായിക്കുവാൻ തക്കവണ്ണം പ്രാപ്തമായ കരങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുമെങ്കിൽ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അനവധി 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 വഴികളുണ്ടെങ്കിൽ അല്പം കൊണ്ടും അധികം കൊണ്ടും അവന് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് തിരിച്ചറിയുക. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, പത്രോസിന് വേണ്ടി ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി ചങ്ങലകളെ അഴിച്ചവനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ ദിവസങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ നിങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠകരമായത്, അത്ഭുതകരമായത് ചെയ്ത് നിങ്ങളെ അത്ഭുതമാക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. വിശ്വാസത്തോടെ വചനമേറ്റെടുക്കുക. പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയുടെ കരം നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ കർത്താവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.